ഒരു ക്രൈസ്തവ പാതിരി തൻ്റെ ഒരു പുസ്തകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ വിചിത്രമാണ് ഖുർആനിലെ തലക്കെട്ടുകളുടെ കാര്യമെന്നാണ്. പശു, ഇടി, ഉറുമ്പ് എന്നിങ്ങനെയൊക്കെയാണ് ഖുർആനിലെ തലക്കെട്ടുകൾ. ഈ തലക്കെട്ടുകളും അതിൻ്റെ ഉള്ളടക്കവും തമ്മിൽ മിക്കപ്പോഴും ബന്ധം തന്നെയില്ല. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മോശെ പ്രവാചകനെ പറ്റിയാണ്. പക്ഷെ മോശെ പ്രവാചകനെ പറ്റി ഹെഡിങ് വരുന്ന ഒരു അധ്യായം പോലും ഖുർആനില്ല. ഇങ്ങനെയൊക്കെയാണ് അയാളുടെ വിമർശനങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് വന്ന ഭീമമായ ഒരു അബദ്ധമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൻ്റെ ഭാഷയിലും ശൈലിയിലും ഉള്ളടക്കത്തിലും ഖുർആനോട് സമാനത ആരോപിക്കാവുന്ന ഒരു ഗ്രന്ഥവും ലോകത്തെവിടെയും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല എന്നൊരു സത്യമാണ്. ഇനി ഇൻഷാ അള്ളാഹ് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ വരികയുമില്ല. അത് പരിശുദ്ധമായ ഖുർആന്റെ വെല്ലുവിളിയാണ്. ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരെ ഇപ്പോഴും ഖുർആൻ സ്വാഗതം ചെയ്യുകയാണ്. ഖുർആനിന് അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. ഖുർആനിൻ്റെ അധ്യായങ്ങളും അതിലെ സൂക്തങ്ങളും പരിശോധിച്ചാൽ അതിൽ ഒരുപാട് സയൻറ്റിഫിക് ട്രൂത്ത്സിലേക്ക്, ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഖുർആൻ ഒരു സയൻസിൻ്റെ ടെക്സ്റ്റ് പുസ്തകം അല്ല. അതുപോലെ ഒരുപാട് മഹത് പുരുഷന്മാരെ കുറിച്ച്, ഒരുപാട് ഭരണകർത്താക്കളെ കുറിച്ച്, ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിലുണ്ടായ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ ഭംഗിയായി ഖുർആൻ കഥനം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വിചാരിച്ച് ഖുർആൻ ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആണ് എന്ന് നാം വിചാരിക്കാൻ പറ്റില്ല. അറബി ഭാഷയും സാഹിത്യവും വളർന്ന് വികസിച്ചു വന്നപ്പോൾ അവയുടെ ലിംഗ്വിസ്റ്റിക്സ് രൂപപ്പെടുത്തുന്നതിന്, അവയുടെ ഗ്രാമറ്റിക്കൽ ലോസ് രൂപപ്പെടുത്തുന്നതിന് അവർ അവലംബമായി കണ്ടത് സാഹിത്യത്തിൻ്റെ വിസ്മയമായി തീർന്ന പരിശുദ്ധമായ ഖുർആനെയാണ്. പക്ഷെ ഖുർആൻ ഒരു ലിംഗ്വിസ്റ്റിക് ടെക്സ്റ്റ് അല്ല. അതുപോലെ ഒരുപാട് സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനെ കുറിച്ച് ഒരു നിയമപുസ്തകമാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പ്രാർത്ഥനകളും കീർത്തനങ്ങളും പൂർവ്വകാലത്തുള്ള പ്രവാചകന്മാരുടേതും അല്ലാത്തതും ആയി ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ ഒരു പ്രയർ ടെക്സ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യനാണ് ഖുർആനിൻ്റെ പ്രമേയം. ആദ്യമായി അവതരിച്ച 5 ആയത്തുകളിൽ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വത്തെ 2 തവണ ഓർമ്മപ്പെടുത്തുകയും അറിവ് എന്ന മഹാസംഭവം അള്ളാഹു മനുഷ്യന് നൽകുന്നതിനെക്കുറിച്ച് 2 തവണ പറയുകയും ഖലഖ അല്ലമ എന്ന് ആവർത്തിക്കുകയും അതോടൊപ്പം രണ്ട് തവണ ആവർത്തിച്ച പദം അൽ ഇൻസാൻ എന്നതാണ്. ഈ ഇൻസാൻ ആണ്, മനുഷ്യൻ ആണ് ഖുർആനിൻ്റെ പ്രമേയം. അവൻ്റെ സന്മാർഗ ദർശനമാണ് ഖുർആനിൻ്റെ ലക്ഷ്യവും ഉന്നവും. അതിന് വേണ്ടതെല്ലാം അതിനുണ്ട്, അതിന് പറ്റാത്തതൊന്നും അതിലില്ല. ഇതാണ് ഖുർആൻ. ഇത് ഖുർആനെ കുറിച്ച് ഇതിലെ മൗലിക പ്രധാനമായ ഒരു സവിശേഷതയാണ് എന്ന് ഗ്രഹിച്ചു വെക്കാതെ ഇത്തരം വാദങ്ങൾ അവർക്ക് യഥാർത്ഥത്തിലുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ലോകത്ത് അവൈലബിളായ മറ്റു ടെക്സ്റ്റ് പുസ്തകങ്ങളോടും മറ്റും തുലനം ചെയ്തുകൊണ്ട് ഖുർആനിനെ വിലയിരുത്തിയാൽ ഒരിക്കലും ഖുർആനിനെ അതിൻ്റെ ശരിയായ സെൻസിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. 114 അധ്യായങ്ങളാണ് പരിശുദ്ധമായ ഖുർആനുള്ളത്. ഓരോ അധ്യായത്തിലെയും ആയത്തുകളുടെ എണ്ണവും തുല്യമല്ല. അൽ ബഖറ 286 ആയത്തുകളുള്ള സൂറത്താണ്. എന്നാൽ സൂറത്തുൽ കൗസറും സൂറത്തുൽ നസറും വെറും 3 ആയത്തുകളാണുള്ളത്. അൽ ബഖറയിലെ ഒരു ആയത്ത് മാത്രം, ആയത്തുദ്ദീൻ എന്നറിയപ്പെടുന്ന ഒരു ആയത്ത് മാത്രം ഒരു പേജ് ദൈർഘ്യമുണ്ട്. എന്നാൽ സൂറത്തുൽ ദുഹായിലെ വദ്ദുഹാ എന്നത് മാത്രം ഒരു സൂക്തമാണ്, ഒരായത്താണ്. ഇതുപോലെ ഓരോ സൂറത്തിനും ഓരോ പേരുകളുണ്ട്. പല സൂറത്തുകൾക്കും വ്യത്യസ്തമായ അനേകം പേരുകളുണ്ട്. എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിൽ, ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നതും സ്വഹാബികൾ തങ്ങളിൽ നിന്ന് കേട്ടുപോകുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. ഈ തലവാചകങ്ങൾക്ക്, ഈ പേരുകൾക്ക് അവയുടെ ഉള്ളടക്കവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ അധ്യായത്തിലും പരാമർശിക്കപ്പെട്ടുള്ള വ്യക്തിയോ ജീവിയോ വസ്തുവോ വർഗനാമമോ സംഭവമോ ഒക്കെ അധ്യായങ്ങളുടെ ശീർഷകങ്ങളായി വന്നിട്ടുണ്ട്. ആനയും ഉറുമ്പും പശുവും കാലിയും തേനീച്ചയും എട്ടുകാലിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഇടിയും ഇരുമ്പും ഗുഹയും രാത്രിയും പകലും പ്രഭാതവും ഉഷസ്സും കാലവും തൂലികയും ഇബ്രാഹിം മുഹമ്മദ് പ്രവാചകന്മാർ ഇങ്ങനെ അവയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടുള്ള സംഗതികൾ തന്നെയാണ് ഖുർആനിൻ്റെ തലവാചകങ്ങളായി വന്നിട്ടുള്ളത്. അതേസമയം ഓരോ തലവാചകത്തെയും ഉപന്യസിക്കുന്ന ഒരു പാഠപുസ്തകത്തിൻ്റെ രീതി അല്ല ഖുർആനുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത്
ഖുർആൻ എന്ന് മാത്രമല്ല അവൈലബിളായ ഇന്ന് പല ടെക്സ്റ്റുകളും അങ്ങനെ തന്നെയാണല്ലോ. മുഹമ്മദ് ഹസന്റെ റോട്ട് മക്ക വാങ്ങിയിട്ട് ആരെങ്കിലും മക്കയിലേക്കുള്ള റൂട്ട് പഠിക്കാൻ പരിശ്രമിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കുവന്മാർ തകഴെഴുതിയ ചെമ്മീൻ വായിച്ചിട്ട് ചെമ്മീനെ കുറിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കുമോ? ബിന്യാമീൻ എഴുതിയ ആടുജീവിതം വാങ്ങിയിട്ട് ആടിനെ കുറിച്ച് വളർത്താൻ എന്തൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചാൽ കാര്യം നടക്കുമോ? ഓരോ ഗ്രന്ഥത്തെയും സമീപിക്കുമ്പോൾ അതിൻ്റെ മൗലികമായ സവിശേഷതകൾ അതിനുണ്ടാകും. അത് വകവെച്ചു കൊടുക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്താൽ മാത്രമേ ആ ഗ്രന്ഥം നമുക്ക് തരുന്ന ദർശനത്തെ, അതിൻ്റെ പാഠത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കൂ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്.